ഇന്ന് ഞാനിവിടെ മീൻ മുളകിട്ട് വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 പീസ് നെയ്മീൻ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 25 ചെറിയ ചുവന്നുള്ളിയും 15 വെളുത്തുള്ളി അല്ലിയും ഒരു വലിയ പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ചെറിയ ചുവന്നുള്ളി തന്നെ ഉപയോഗിക്കണം. അതിങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വേണം എടുക്കാനുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ചെറുതാണ്. വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4-5 വെളുത്തുള്ളി അല്ലി മതിയാകും. ചുവന്നുള്ളി ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വേണം എടുക്കേണ്ടത്. ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കഷ്ണം കുടംപുളി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കുറച്ച് വലിയ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ല പുളി ഇറങ്ങുന്ന പുളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കീറുകയൊന്നും വേണ്ട, അതുപോലെ തന്നെ ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് കൊണ്ട് എരിവൊന്നും ഉണ്ടാകത്തില്ല. ഇത് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ച മണം മാറുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതിലേക്കിനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല, ഇത് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതിങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോഴേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത ശേഷം സ്പൂൺ കൊണ്ട് ഇത് ഒരുപാട് ഇളക്കരുത്, മീൻ ഉടയാൻ സാധ്യതയുണ്ട്. പതുക്കെ ഇതൊന്ന് മസാല പിടിക്കാനായിട്ട് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കി കളയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. മീനായതുകൊണ്ട് ഒരുപാട് ടൈം വെച്ച് ഇത് വേവിക്കരുത്. മീൻ ഒരുപാട് ടൈം വെച്ച് ഇത് വെന്ത് കഴിഞ്ഞാൽ മീൻ റബ്ബർ പോലെ ഇരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് കറിവേപ്പില നല്ലതുപോലെ ചേർക്കും. ഇനി ഇത് പാത്രം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കി കഴിയുമ്പോഴേക്ക് മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചുറ്റിക്കേ ആവാവൂ. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി വെക്കാം. മീനിൽ അരപ്പൊക്കെ പിടിച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മീൻ മുളകിട്ട് വറ്റിച്ചത് ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.